നീ എന്നോട് ഒരു കാര്യം ഒളിക്കുന്നില്ലല്ലോ അർജുൻ. പറയ അർജുൻ, നിന്നെ എന്തോ ഒരു കാര്യം അലട്ടുന്നുണ്ട്. പക്ഷെ നീ അത് എന്റെ അടുത്തൊന്ന് മറയ്ക്കാണ്. ദേ നോക്ക്, നീ വേറെ ആരോട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നിന്റെ സ്വന്തം അമ്മയോടെങ്കിലും പറയണം. പറയടാ. എന്താ ഇത്? അമ്മ പുതിയൊരു ടോപ്പിക് ഓപ്പൺ ചെയ്യാൻ നോക്കുകയാണല്ലോ. അവിടെയാണെങ്കിൽ ആ മിസ് മായക്കാരി എന്റെ ജീവിതത്തിൽ നിന്ന് മായായി പോകുന്ന രീതിയിൽ സംസാരിച്ചിട്ട് പോയിരിക്കുക. ഇവിടെയാണെങ്കിൽ അമ്മ പുതുതായിട്ട് എന്തോ ആരംഭിക്കുകയാണല്ലോ. പറയേ, നീ എന്താ ആലോചിക്കുന്നത്? നീ എന്നോടൊരു കാര്യം ഒളിക്കുന്നില്ലല്ലോ അല്ലേ? ദേ നോക്ക്, ഇത്രയും നാള് നീ പറയാത്തതുകൊണ്ട് എനിക്ക് സങ്കടമൊന്നുമില്ല. ഇപ്പോഴെങ്കിലും പറയേ. എനിക്ക് സങ്കടമൊന്നും ഉണ്ടാവില്ല മോനെ. അല്ല, എന്ത് കാര്യം അമ്മേ? ഞാൻ ഒരു കാര്യം മറച്ചു വെക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ അമ്മയോട് ഞാൻ എന്ത് ഒളിച്ചു വെക്കാനാ? അമ്മയ്ക്ക് എന്താ പറ്റിയത്? എന്തെങ്കിലും പറ്റിയത് എനിക്കല്ല, നിനക്ക. എന്തോ ഒരു വിഷമോ സങ്കടമൊക്കെ നിന്റെ മുഖത്ത് കാണാനോട് അർജുൻ. അപ്പോഴേ ചോദിക്കണമെന്ന് കരുതിയതാ. അമ്മയും മയൂരി ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാ ചോദിക്കാത്തെ. നിന്നോടൊരു കാര്യം ചോദിക്കാൻ ഞാൻ മറന്നുപോയല്ലോടാ. പറയേ, ഏതാ പെൺകുട്ടി? ഏത് പെണ്ണാ അമ്മേ? നീ സ്നേഹിക്കുന്ന പെൺകുട്ടി. നിന്റെ ബർത്ത്ഡേയുടെ അന്ന് ഈ വീട്ടിൽ വന്നിട്ട് പോയില്ലേ അവള്. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് നീ എന്റെ കയ്യും പിടിച്ച് വലിച്ചോണ്ട് പോയില്ലേ ആ പെൺകുട്ടി. എന്റെ ദൈവമേ, ഞാനിപ്പോ എന്താ പറയാ? ഇന്ന് എന്റെ സമയം തീരെ ശരിയല്ലെന്നാ തോന്നുന്നേ. ദിവസം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് അനന്യയുടെ വായിലിരിക്കുന്ന കേട്ടിട്ടാ വന്നത്. ഇക്കാര്യം ഇപ്പൊ അമ്മയോട് പറയാൻ നിന്ന് കഴിഞ്ഞാ ഇന്നത്തോടെ എന്റെ കഥ അവസാനിക്കും. എന്താടാ ഇനി എന്ത് കള്ളം പറയണോന്നുള്ള ആലോചനയിലാണോ നീ? അമ്മേ, ഞാൻ ഇപ്പൊ പറയുന്നത് സത്യമാ. ഞാൻ അന്ന് അമ്മയോട് കള്ളമാ പറഞ്ഞത്. അതായത് എന്റെ ബർത്ത്ഡേ അന്ന് ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുമില്ല. അന്ന് ഒരു പെണ്ണ് വീട്ടിൽ വന്നതുമില്ല അമ്മേ. അന്ന് മയൂരി നാടക ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മളെ വെറുപ്പിച്ച് നൃത്തം ചെയ്യുമായിരുന്നില്ലേ? അത് കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റാതെയാ അമ്മയെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ ഞാനൊരു കള്ളം പറഞ്ഞത്. അപ്പൊ അമ്മയാണെങ്കിലോ ഇല്ലാത്ത ആ പെണ്ണിനെ എന്നെയും കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിട്ടും ആരാ ആ പെണ്ണെന്ന് പറഞ്ഞും അന്വേഷിച്ച് നടക്കുക. അമ്മേ, ഡോണ്ട് വറി, ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നില്ല. ലവ് യു സോ മച്ച്. ഒരു പെൺകുട്ടിയില്ല. ഡോണ്ട് വറി, ബി കൂൾ. സത്യത്തില് ഇപ്പഴാ എനിക്ക് സമാധാനമായത്. വൈകുന്നേരം മുതൽ ഈ കാര്യം ആലോചിച്ച് എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. കള്ളൻ. നേരെ ഒരുപാടായി, പോയി കിടന്നുറങ്ങ്. ഞാൻ ഇപ്പൊ തന്നെ ഒരു ഭ്രാന്തനായിരിക്കാമേ. ആ അനന്യ എന്നെ ഇപ്പൊ ഒരു മുഴു ഭ്രാന്തനാക്കി മാറ്റിയിരിക്കുക. അവൾ എന്നെ സ്നേഹിക്കുന്നത് വരെ എന്റെ പ്രണയത്തെപ്പറ്റി അമ്മയോട് പറയില്ല. പ്രണയത്തിലുണ്ടാവുന്ന സങ്കടവും വേദനയും രണ്ടും ഇങ്ങോട്ട് നോക്ക് വിക്രം, ഞാൻ പറയുന്നത് അല്പം സമാധാനത്തോടെ കേൾക്കണം. കാര്യം എന്താ ചെറിയ? നീയും സരോജ, നിങ്ങൾ രണ്ടുപേരും ആ അനന്യയെ മകളാണെന്നും പറഞ്ഞ് തലയെ കയറ്റി വെച്ചോണ്ട് നടക്കുകയാണ്. അവൾ അകത്ത് പോയി മുറി അടച്ചിരുന്ന് ധ്യാനം ചെയ്യാണെന്നും പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നു. എന്നാൽ അവള് നിങ്ങളുടെ കണ്ണിൽ മണ്ണ് വാരിയിട്ടിട്ട് ഇവിടുന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു. ചെറിയച്ച, എന്തിനാ നിങ്ങൾ അനന്യയിൽ കുറ്റം കാണാൻ ശ്രമിക്കുന്നേ? അവള് റൂമിലേക്ക് പോകുന്നത് ഞാൻ കണ്ടതാണല്ലോ. അകത്തേക്ക് പോയതിനു ശേഷം പിന്നെ പുറത്തേക്ക് വന്നിട്ടേ ഇല്ല. അങ്ങനെയുള്ളപ്പോ അവൾ എങ്ങനെയാ പുറത്തോട്ട് പോവുക? അതാണ് മോളെ ഞാനും ചോദിക്കുന്നത്, അതെങ്ങനെ സാധിച്ചുവെന്ന്. അകത്തുനിന്നിട്ട പൂട്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ പൊന്നുമോൾ അനന്യ അതിനകത്തില്ല. അതെങ്ങനെ സാധിച്ചു എന്നാണ് എന്റെ ചോദ്യം. എന്താ ചെറിയ എന്തായി പറയുന്നത്? അനന്യ റൂമിൽ ഇല്ലെങ്കിൽ പിന്നെ റൂമിനകത്ത് നിന്ന് കുറ്റിയിടാനായിട്ട് എങ്ങനെ പറ്റും? അതുപോട്ടെ, അനന്യ പുറത്തു പോയിരിക്കുകയാണെന്നും റൂം ഉള്ളിൽ നിന്ന് പൂട്ടിയിരിക്കുകയാണെന്നും നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? എങ്ങനെയാണെന്ന് വെച്ചാ ജനൽ വഴി കണ്ടു. ജനൽ വഴിയോ? അതെ,
ഞങ്ങൾ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി ജനൽ വഴി ടോർച്ച് അടിച്ച് അകത്തേക്ക് നോക്കി. അപ്പോഴാ ഞങ്ങൾക്ക് മനസ്സിലായത് അനന്യ മുറിയിലില്ലെന്നും അകത്ത് നിന്ന് മുറി പൂട്ടിയിട്ടുണ്ടെന്നും. ചെറിയമ്മേ, ഇതൊക്കെ തെറ്റല്ലേ? എന്തിനാ നിങ്ങൾ ജനൽ വഴി റൂമിലേക്ക് ടോർച്ചടിച്ച് നോക്കിയേ? എന്തിനാന്ന് ചോദിച്ചാ അനന്യ വന്നപ്പോ മുതലേ ഞങ്ങൾക്ക് അവളെ സംശയമാ. അവൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു സാധാരണ പെൺകുട്ടിയല്ല. അവൾക്ക് എന്തൊക്കെ രഹസ്യങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. അതേ വിക്രം, ഞങ്ങൾ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാ പറയുന്നത്. നോക്കുമോനെ, ഞങ്ങളെ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെന്ന് നോക്ക്. ഇല്ല ചെറിയച്ഛ, ഞങ്ങളുടെ മകളെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. അവൾ എവിടേക്കും പോയിട്ടില്ല. അതെ, അവള് റൂമിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ആവശ്യമില്ലാതെ അവളെ ഇങ്ങനെ വെറുതെ സംശയിക്കരുത്. ഇത്രയും വർഷമായി നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടും നിങ്ങളുടെ നന്മയും തിന്മയും മനസ്സിലാക്കി നിങ്ങൾ നന്നായി ജീവിക്കണമെന്ന് വിചാരിക്കുന്ന ഞങ്ങളുടെ വാക്കിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. വേറെ എന്താണെന്നാ? നോക്ക്, ഇപ്പൊ തന്നെ നിങ്ങൾ രണ്ടുപേരും വാ, അവളുടെ മുറിയിൽ തട്ടി നോക്ക്. അപ്പൊ അവൾ അതിനകത്തുണ്ടോ ഇല്ലയോ എന്നറിയാം. അത് കഴിഞ്ഞ് ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കണോ വേണ്ടയോന്നും ഞങ്ങളെ വിശ്വസിക്കണോ വേണ്ടയോന്നും നിങ്ങൾ തീരുമാനിച്ചോ. നടക്ക് നടക്ക്. നിങ്ങൾ ഒരു ദൈവമാണോ? നിങ്ങൾ ദൈവമായിരിക്കാൻ ഒരു സാധ്യതയില്ല. നിങ്ങളെ ദൈവം എന്ന് വിളിക്കുന്നവർക്ക് ഒരു ബുദ്ധിയില്ല. നിന്നിൽ ഞാൻ എന്തുമാത്രം വിശ്വസിച്ചതാ. ഞാൻ മാത്രമല്ല, എന്റെ മുഴുവൻ കുടുംബവും നിങ്ങളെ ആരാധിച്ചിരുന്നതാ. പോരാത്തതിന് എന്റെ അച്ഛനും അമ്മയും നിങ്ങളെ മുഴുവൻ സമയം ആരാധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്റെ പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനും അങ്ങ് തന്ന പ്രതിഫലം എന്താണ്? എന്റെ അച്ഛന്റെ അമ്മയുടെ മരണം. ആ ദുഷ്ടന്മാർ നാഗമാണിക്യം സംരക്ഷിക്കാൻ പോയ എന്റെ അച്ഛനെയും അമ്മയും കൊന്നു. നാഗമാണിക്യം അങ്ങ് തന്നെയല്ലേ ഞങ്ങൾക്ക് തന്നത്? അത് സംരക്ഷിക്കാനുള്ള അവകാശവും എന്തിനാ ഞങ്ങൾക്ക് തന്നത്? അത് സംരക്ഷിക്കാൻ പോയ എന്റെ അച്ഛനെ എനിക്ക് നഷ്ടമായി. ഞാനൊരു അനാഥയായി. അങ്ങേക്ക് എന്റെ അച്ഛനെ സംരക്ഷിക്കാമായിരുന്നു, പക്ഷേ സംരക്ഷിച്ചില്ല. അച്ഛന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ പോയ എന്റെ അമ്മയെയും അവർ കൊന്നുകളഞ്ഞു. നിങ്ങളെ വിശ്വസിച്ചതിന്, നിങ്ങൾക്ക് പൂജ ചെയ്തതിന് എനിക്ക് വേണ്ടപ്പെട്ടവരെ എല്ലാം നഷ്ടമായി. നിങ്ങൾ ഒരു ദൈവമല്ല, നിങ്ങൾ ദൈവത്തിന്റെ രൂപത്തിലുള്ള പിശാചാണ്. നിങ്ങളോടുള്ള ആരാധന, പ്രാർത്ഥന, പൂജ, നിങ്ങളുടെ പ്രസാദം, എനിക്കിതൊന്നും വേണ്ട. നിങ്ങൾ ആ ശത്രുക്കളെയാണ് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അന്യായം കാണിക്കുന്നവർക്ക് വേണ്ടിയാ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യായത്തിന്റെ കൂടെ നിങ്ങൾ ഒരിക്കലും നിൽക്കില്ല. നിങ്ങൾ തെറ്റിന്റെ പക്ഷത്താണ്. അന്യായമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ടാണ് നിങ്ങൾ ദുഷ്ടന്മാരുടെ കൂടെ നിൽക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് പൂജ ചെയ്യില്ല, മുഖത്ത് പോലും നോക്കില്ല. നിങ്ങളുടെ ഒരു സഹായവും എനിക്ക് വേണ്ട. നിങ്ങളോട് ഞാൻ ഇനി ഒരു കാര്യവും ആവശ്യപ്പെടില്ല. നിങ്ങളുടെ സഹായം ഇല്ലാതെ ഞാൻ എന്റെ ലക്ഷ്യം നേടിയെടുത്തിരിക്കും. കണ്ടോളൂ, നിങ്ങൾ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ആ ശത്രുക്കളെ ഞാൻ കണ്ടുപിടിച്ച് കൊന്നിരിക്കും. നിങ്ങൾ അവരെങ്ങനെ സംരക്ഷിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ന്യായമാണോ അന്യായമാണോ ജയിക്കുന്നതെന്ന്. ചെറിയച്ച പ്ലീസ്, അത് വേണ്ട ചെറിയച്ച. ആ പാവം റൂമിൽ ധ്യാനിച്ചുകൊണ്ടോ മറ്റോ ഇരിക്കുകയായിരിക്കും. അവളെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ട. അവള് വീട്ടിലുണ്ടായിട്ട് വേണ്ടേ വിക്രം ധ്യാനം ചെയ്യാൻ? ഒരു തവണ കഥകിൽ തട്ടി നോക്ക്, അപ്പൊ മനസ്സിലാവുമല്ലോ. ചെറിയച്ച വേണ്ട ചെറിയച്ച, ആവശ്യമില്ലാതെ എന്തിനാ ശല്യപ്പെടുത്തുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, അവളുടെ റൂമിൽ ടോർച്ച് അടിച്ച് നോക്കിയത് തന്നെ തെറ്റാ. അതുമല്ല, നമ്മളുടെ വീട്ടിലെ കുട്ടിയെ നമ്മൾ തന്നെ ഇങ്ങനെ സംശയിക്കുന്നത് തെറ്റല്ലേ? തെറ്റ് തന്നെയാ. പക്ഷേ അനന്യ മറ്റുള്ളവരെ പോലെ ഒരു സാധാരണ പെൺകുട്ടി അല്ല. ആയിരുന്നെങ്കിൽ ഇങ്ങനെ നോക്കിയത് തെറ്റ് തന്നെയാ. പക്ഷെ അവള് നമ്മളെ പോലെ ഒന്ന് ചിരിച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതാ ഞങ്ങൾക്ക് അവളുടെ മേൽ ഇത്രയും സംശയം തോന്നാൻ കാരണം. ആ, അത് മാത്രമല്ല, അതിനേക്കാൾ മുഖ്യം
അവൾ ആര്, എവിടുന്ന് വരുന്നു, അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ആരാ, ഒന്നും അറിയില്ല. അങ്ങനെയുള്ളപ്പോ നമുക്ക് സംശയിക്കാതിരിക്കാൻ പറ്റൂ? നാളെ ഒരു ദിവസം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കണം. അതിനെ എങ്ങനെ ചെയ്തത്? ദേ നോക്കൂ സരോജ, ഞങ്ങൾ ഇങ്ങനൊക്കെ പറയുന്നതിൽ വിഷമമുണ്ടായേക്കാം. പക്ഷേ അതിന്റെ പിന്നിലുള്ള നന്മ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ചെറിയമ്മേ, നിങ്ങളുടെ നന്മ എനിക്ക് മനസ്സിലാവോ? നിങ്ങൾക്ക് രണ്ടാൾക്കും ഞങ്ങളോടുള്ള ഇഷ്ടത്തെക്കുറിച്ചും അറിയാം. പക്ഷെ അനന്യ ഒരിടത്തും പോയിട്ടില്ല, റൂമിൽ തന്നെയുണ്ട്. അയ്യോ ദൈവമേ, അവൾ ഇല്ലെന്നല്ലേ പറയുന്നത്? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഈ പിടിവാശി കാണിക്കുന്നതിനാ? ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാ. അനന്യ മുറിക്കകത്തില്ല, കഥകകത്ത് നിന്ന് പൂട്ടിയിരിക്കുക. ഇങ്ങോട്ട് നോക്കുമ്പോനെ, നിങ്ങൾ പറയുന്ന പോലെ അനന്യ മുറിക്കകത്തുണ്ടെങ്കിൽ ഞങ്ങൾ അവളെ സംശയിച്ചതിന്റെ പേരിൽ അവളുടെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചേക്കാം. എന്താ പോരെ? ചെറിയച്ച, നിങ്ങൾ മുതിർന്ന ആളല്ലേ, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശരിയല്ല. ദേ നോക്ക്, ഞാൻ നിങ്ങളോട് തൊഴുത് പറയുക, അനന്യ റൂമിൽ തന്നെ ഉണ്ട്. ചെറിയച്ച തെറ്റിദ്ധരിച്ചിട്ട് ഞങ്ങളെ കൂടി എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അതെ ചെറിയച്ച, ദേവി, ഇത് നിങ്ങൾ അനന്യെ സംശയിക്കരുത്. അവൾ എന്തായാലും റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ആവശ്യമില്ലാതെ എന്റെ മകളെ നിങ്ങൾ സംശയിക്കരുത്. അല്ല സരോജ, ആവശ്യമില്ല സംശയിക്കാൻ. ഞങ്ങൾക്ക് എന്താ ഭ്രാന്ത? ഇത് സംശയമല്ല, സത്യമാ പറയുന്നത്. വാ വിക്രം, സത്യം എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടോ. വാ. ചെറിയച്ച വേണ്ട. അനന്യ, 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 അനന്യ. അർജുൻ പറഞ്ഞത് കേട്ട് നീ വിഷമിക്കരുത് മയൂരി. അവൻ ഒരു കണക്കിന് പറഞ്ഞ ഒരു പൊട്ടച്ചെക്കനാ. അവന്റെ മനസ്സിന് സന്തോഷം വന്ന ഈ മേഘം കാണുമ്പോ മയിലിനുണ്ടാകുന്ന സന്തോഷമില്ലേ, അതുപോലെയാ. അവനിന്ന് മൂഡ് ഓഫ് ആണെന്നാ തോന്നുന്നേ. അതുകൊണ്ടാ നിന്നോട് നീ ദേഷ്യപ്പെട്ടെ. ദേ നോക്ക്, അവൻ ഓരോന്ന് പറയുന്നത് കേട്ട് നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നോ എനിക്കത് സഹിക്കില്ല മോളെ. അമ്മേ, അർജുൻ എന്നെ വഴക്ക് പറഞ്ഞതിൽ എനിക്ക് വിഷമമില്ല. പക്ഷെ അവൻ എന്നെ കല്യാണം കഴിക്കുമല്ലെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഓരോ സമയത്ത് ഓരോ രീതിയിലാ പറയുന്നത്. ഇനിയും അവനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. ദേ നോക്ക്, നീ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. അവൻ പറഞ്ഞതൊക്കെ എന്റെ മോള് കാര്യമായിട്ട് എടുത്തുന്നാ എനിക്ക് തോന്നുന്നേ. മയൂരി, ഞാൻ നാളെ തന്നെ നിങ്ങളുടെ കല്യാണക്കാര്യം അവനോട് സംസാരിക്കാം. അതുപോരെ? അഥവാ അവൻ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചില്ലെങ്കിലോ? എന്തുകൊണ്ട് സമ്മതിക്കില്ല? നിന്നെപ്പോലൊരു പെണ്ണിനെ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ആരെ സ്വീകരിക്കാനാ? മയൂരി, നിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാ. ഞങ്ങളുടെ ആഗ്രഹപ്രകാരം അർജുൻ നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുമെന്ന് ഞങ്ങൾക്കെല്ലാം ഉറപ്പുണ്ട് മോളെ. എനിക്കൊരു പ്രതീക്ഷയുമില്ലമ്മേ. അന്ന് ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ച് കല്യാണക്കാര്യം പറഞ്ഞതിന് അവൻ എന്താ പറഞ്ഞതെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാലോ. അതൊക്കെ ശരിയാ, പക്ഷെ അന്നവൻ ബർത്ത്ഡേ സെലിബ്രേഷനിലായിരുന്നല്ലോ മോളെ. നമ്മൾ പെട്ടെന്ന് ഈ കല്യാണക്കാര്യം പറഞ്ഞപ്പോ അത് കേട്ടവൻ ഷോക്കായിട്ട് അന്നവൻ അങ്ങനെ പറഞ്ഞതാ. അന്നവൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഞാനും അമ്മയും കൂടി എല്ലാ കാര്യങ്ങളും അവനോട് സംസാരിച്ച് നിങ്ങളുടെ കല്യാണത്തിന് അവനെ കൊണ്ട് സമ്മതിപ്പിക്കാം. അതുപോരെ? പെയ്യാൻ തുടങ്ങുന്ന മേഘമാണെന്ന് കരുതി സന്തോഷിക്കുന്ന മയിലിന്റെ അവസ്ഥയാണ് എന്റേത്. അർജുൻ എന്നെ കല്യാണം കഴിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിപ്പോ ജീവിക്കുന്നത്. പക്ഷെ അവൻ എന്നെ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. അവന്റെ സംസാര രീതി തന്നെ വേറെയാ. ഒരു ചെറിയ തോണിയിൽ കയറി മറുകര എത്തുന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ലാതെ കടല് കടക്കാൻ പോകുന്നത് പോലെയുണ്ട്. മനുഷ്യന്റെ മനസ്സിന് രണ്ട് വഴികളാണ്. ഓരോ വഴിയിലും വിജയിക്കാനുള്ള സാധ്യത കാട്ടിത്തരും.
പക്ഷെ ആ 2 വഴികളിലും ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഞാനും ഇപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കണമേ. ഒരു വശത്ത് അർജുൻ എന്നെ കല്യാണം കഴിക്കുന്നുള്ള സന്തോഷം, മറുവശത്ത് അർജുൻ ഈ കല്യാണത്തിന് ഇഷ്ടമല്ലെങ്കിൽ കൂടി നിങ്ങൾ അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നുള്ള പ്രതീക്ഷയും. ഈ സന്തോഷവും പ്രതീക്ഷയെല്ലാം ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. ഒന്നിന് പിരിഞ്ഞ് മറ്റൊന്നുണ്ടാവില്ല. മയൂരി, നിനക്കിത് എന്താ പറ്റിയത് മോളെ? എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ദേ നോക്ക്, ജീവിതത്തിൽ വിശ്വാസമില്ലെങ്കിൽ നമുക്കൊരിക്കലും സന്തോഷം ഉണ്ടാവില്ല. വിശ്വാസമില്ലാതെ ലക്ഷ്യം നേടണമെന്ന് ആഗ്രഹിച്ചാൽ ഒരിക്കലും ആ ലക്ഷ്യം നേടാനാവില്ല മോളെ. ദേ നോക്ക്, ജീവിതത്തിൽ കുറച്ചൊക്കെ പ്രതീക്ഷ വേണം. തീർച്ചയായും അർജുൻ നിന്നെ കല്യാണം കഴിക്കുമെന്ന് വിശ്വാസം എനിക്കുണ്ട് മോളെ. നീ വിഷമിക്കാതിരിക്ക. അനന്യ, 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 അനന്യ. ഞാൻ ഇവിടെയുണ്ട്. കണ്ടു വിക്രം, ഞാൻ പറഞ്ഞതല്ലേ, അകത്ത് നിന്ന് വാതിൽ പൂട്ടിയിരിക്കുന്നു. എന്നാൽ അവള് പുറത്തു നിന്നാണ് വരുന്നത്. ഇതിൽ നിന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇവള് സാധാരണക്കാരിയല്ല, ഒരു മായക്കാരിയാണെന്ന്. വിക്രം, ഇവള് വിശ്വസിക്കരുത്. മായയും മന്ത്രമൊക്കെ അറിയുന്നവളാ. സൂര്യഗ്രഹണ ദിവസം പുറത്തേക്ക് പോയിട്ട് വന്നത് എന്തോ മന്ത്രവാദം ചെയ്തിട്ട് തന്നെയാ. ചെറിയച്ഛന് ഇത് എന്തു പറ്റി? അനന്യെ പറ്റി എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിങ്ങൾ ഏതോ മന്ത്രവാദിയെ പോയി കണ്ടിട്ട് അയാൾ പറയുന്നതൊക്കെ വിശ്വസിച്ചിരിക്കുക. അതാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അനന്യ, നീ തന്നെ കാര്യങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. നീ എവിടെ പോയതാ? എപ്പോഴാ നീ പുറത്തേക്ക് ഇറങ്ങിയത്? ഞാൻ കുറച്ചു നേരത്തേക്ക് മുമ്പേ ആണ് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയത്. ഗ്രഹണം അവസാനിച്ചില്ലേ, അതുകൊണ്ട് ധ്യാനം പൂർത്തിയാക്കി പൂജാമുറിയിൽ ചെന്ന് പൂജ ചെയ്തിട്ട് വരികയാണ്. കേട്ടല്ലോ, ഇനിയെങ്കിലും എന്റെ മോളെ ഒന്ന് വിശ്വസിച്ചൂടെ? ആവശ്യമില്ലാതെ നിങ്ങൾ എന്റെ മോളെ സംശയിച്ചത്. കള്ളം. ഇവള് കള്ളം പറയുന്നതാ. ഇവള് പൂജാമുറിയിലേക്ക് പോയില്ല. ഇവള് പറയുന്നത് വിശ്വസിക്കരുത്. ഇല്ല, ഞാൻ പൂജാമുറി തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളെ ശ്രദ്ധിച്ചു കാണില്ല. ശരി, പൂജാമുറി തന്നെയാണ് ഇരുന്നത്. അങ്ങനെയാണെങ്കിൽ അകത്തുനിന്ന് പൂട്ടിയ വാതിൽ തുറന്ന് അങ്ങനെ പുറത്തു വന്നു? എന്തൊക്കെയാ ഈ പറയുന്നേ? പൂട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയാ പുറത്തേക്ക് വരിക? ഞങ്ങളും അത് തന്നെയാ ചോദിക്കുന്നേ. അകത്ത് നിന്ന് വാതിൽ പൂട്ടിയിട്ടും നീ എങ്ങനെ പുറത്തു വന്നു? അതിന് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾ എന്തിനാ കള്ളം പറയുന്നേ? പുറത്തിറങ്ങിയ ഞാൻ എങ്ങനെ അകത്ത് പൂട്ടിയിടുന്നേ? അച്ഛനെയും അമ്മയെ വിശ്വസിപ്പിക്കാൻ നിങ്ങൾ കള്ളം പറയാണ്. വേണമെങ്കിൽ കതക് തുറന്നു നോക്ക്. കതക് പൂട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അപ്പം മനസ്സിലാകുമല്ലോ. അങ്ങനെയാണോ? എന്നാ ശരി, ഇപ്പൊ തന്നെ നോക്കിയേക്കാം. ചെറിയച്ഛ, അയ്യോ അയ്യോ ഏട്ടാ. ഏട്ടാ. അയ്യോ, ചെറിയച്ഛ, എന്താ പറ്റിയത്? ചെറിയച്ഛ, എന്തെങ്കിലും പറ്റിയോ? ഇപ്പൊ എന്തായി ചെറിയച്ഛ? വെറുതെ അല്ലേ അനന്യെ സംശയിച്ചത്? ഞങ്ങൾ എത്ര പറഞ്ഞിട്ട് കേട്ടില്ല. അല്ല, നിങ്ങൾ എന്തിനാ അനന്യെ ഇങ്ങനെ സംശയിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ദേ നോക്ക്, ദയവ് ചെയ്ത് ഇനിയെങ്കിലും അവളെ കുറച്ചൊക്കെ ഒന്ന് വിശ്വസിക്കേ. അവൾ ഈ വീട്ടിലെ കുട്ടിയാണെന്ന് അംഗീകരിക്കേ. സരോജ, വാ. അനന്യ, നിന്റെ അമ്മയുടെ മൃതശരീരം എവിടെയുണ്ടെന്ന് എനിക്കറിയാമെങ്കിലും ആ സത്യം നിന്നോട് പറയുവാൻ എനിക്കാകില്ല.
അതിനുള്ള കാരണം ത്രിപുരസുന്ദരി ദേവിയാണ്. ആ ദേവി നിന്നോട് സത്യം വെളിപ്പെടുത്തുവാൻ എന്തുകൊണ്ടാണ് എന്നെ അനുവദിക്കാത്തതെന്ന് ചിന്തിക്കുകയാണ് ഞാൻ. ആ മഹാദേവിയുടെ മനസ്സിനുള്ളിൽ എന്താണെന്ന് എനിക്കറിയുവാൻ കഴിയുന്നില്ല മോളെ. ഒരുപക്ഷേ ആ ദേവി എന്നിൽ നിന്നും ആ കാര്യം മറയ്ക്കുന്നുണ്ടെങ്കിൽ നിന്റെ അമ്മയുടെ മൃതശരീരം എവിടെയാണെന്ന് നീ അറിയേണ്ട സമയം ഇനിയുമായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതല്ലെങ്കിൽ ആ ത്രിപുരസുന്ദരി ദേവി നിന്നെ സഹായിക്കാതിരിക്കുവാൻ എന്തെങ്കിലും കാരണവും ഉണ്ടായേക്കാം. അനന്യ, നീ കുറച്ചുനാൾ കാത്തിരിക്കുന്നതാണ് നല്ലത്. ഞാൻ നിന്നോട് സത്യം പറയാത്തതിൽ നീ എന്നോട് കോപിക്കരുത്. കുറച്ച് ക്ഷമ കാണിക്കൂ. ഞാനൊരു നിമിത്തം മാത്രമാണ്. ആ മഹാദേവന്റെ കൽപ്പനകൾ നിറവേറ്റുന്നവൻ, മഹാദേവിയുടെ വാക്കുകൾ കേൾക്കുന്നവൻ. ആ ജഗന്നാഥന്റെ മനസ്സിൽ എന്താണെന്ന് ആർക്കറിയാം?